ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭഗവൈരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് ഈ അധ്യായം. നിരപേക്ഷ സത്യത്തിൻ്റെ അമൂർത്ത സങ്കല്പമാണോ മൂർത്ത സങ്കല്പമാണോ ആത്യന്തിക ലക്ഷ്യമാക്കേണ്ടത് എന്നാണ് പരീക്ഷിത്ത് രാജാവിൻ്റെ ചോദ്യം. എന്തൊക്കെ ആയാലും നമ്മുടെ ഭൗതിക സങ്കല്പത്തിന് അപ്പുറത്തമാണ് നിരപേക്ഷ സത്യത്തിൻ്റെ വ്യക്തിഗതവും അവ്യക്തിഗതവുമായിരിക്കുന്ന ഭാവങ്ങളെല്ലാം. നിരപേക്ഷ സത്യത്തിൻ്റെ അവ്യക്ത ഭാവമായിരിക്കുന്ന ബ്രഹ്മജ്യോതി കൃഷ്ണന്റെ ശരീരത്തിൽ നിന്നുള്ള കിരണങ്ങളാണ്. കൃഷ്ണന്റെ ശരീരത്തിൽ നിന്നുള്ള രശ്മികൾ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു. ഭൗതിക മേഘം കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന ആ ദീപ്തിയുടെ അംശത്തിന് സത്വം, രജസ്, തമസ് എന്നീ ത്രിഗുണങ്ങളുടെ പ്രപഞ്ചം എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഭൗതിക ലോകം എന്ന് വിളിക്കപ്പെടുന്ന ഈ മേഘാവൃതമായിരിക്കുന്ന അംശത്തിലെ വ്യക്തികൾക്ക് ജ്ഞാനമാർഗത്തിലൂടെ നിരപേക്ഷ സത്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ഭൗതിക ലോകത്തിൻ്റെ കവചത്തിൽപ്പെട്ടിരിക്കുന്ന നമുക്ക് എത്രയൊക്കെ ജ്ഞാനമാർഗം കിട്ടിയാലും അത് യഥാർത്ഥത്തിൽ അങ്ങ് ബോധിക്കാൻ കുറച്ച് വിഷമമാണ്. ബ്രഹ്മജ്ഞാനികൾ പോലും ഈ ഭൗതിക ലോകത്തിൻ്റെ പിടിയിൽപ്പെട്ടിട്ട് കർമ്മജന്മവാസനയാൽ ബന്ധിക്കപ്പെടുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് പോകാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥ സത്യം, യഥാർത്ഥ നിയമം, ഈശ്വര നിയമങ്ങൾ എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ പരലോകത്താണ് നടപ്പാക്കുക. ഈ പരലോകത്തെ പറ്റി അധികമാർക്കും അറിയില്ല. ഭഗവാൻ തന്നെ പറയുന്നത്, ഞാൻ പറയുന്നത് അനുസരിക്കാതെ ജീവിക്കുന്നവർക്ക് ഈ ലോകവും പരലോകവും ഉണ്ടാവില്ലെന്നാണ്. അപ്പം അവര് ത്രിശങ്കൂലായിരിക്കും, അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത അവസ്ഥയിൽ. പക്ഷെ പരലോകത്തിലെത്തിയാൽ ഈശ്വര നിയമങ്ങൾ ശരിക്കും പാലിക്കപ്പെടുന്നത് പരലോകത്താണ്. അവിടെയാണ് ആത്മാവിന്റെ ഗതിവിഗതികൾ തീരുമാനിക്കുന്നതും അവരെ തരംതിരിക്കുന്നതും. അതാണ് പരലോകത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഉന്നത തലങ്ങൾക്ക് സജ്ജനങ്ങളായിരുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അവിടെ പോയാലും, സൂക്ഷ്മ ശരീരത്തോടു കൂടി പോയാലും, അവിടെ സൂക്ഷ്മ ശരീരികളായിട്ടുള്ള ആത്മശുദ്ധി വന്നിട്ടുള്ള സജ്ജനങ്ങളുടെ ഇടയിൽ തന്നെ ശുദ്ധാത്മാക്കൾക്ക് സ്ഥാനമുണ്ട്. ദുഷ്ടാത്മാക്കൾ സെപ്പറേറ്റ് മണ്ഡലങ്ങളിലാണ്. അപ്പം ഈ ഭൂമിയിലേക്ക് വരുമ്പോഴാണ് എല്ലാം കൂടെ മിക്സായി പോകുന്നത്. ഈ മിക്സായി പോകുന്നതാണ് പ്രശ്നം ശരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അറിയാതെ ഈ ജന്മവാസനയും കർമ്മവാസനയും ഒക്കെ ബന്ധനത്തിൽപ്പെടാനൊക്കെ ഇടവരുന്നത്. ദുഷ്ടജനങ്ങളും സജ്ജനങ്ങളും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് ഭൂമിയിലേക്ക് വരുമ്പോൾ ജീവിതം. അതേസമയം നേരത്തെ തന്നെ ഈ വർണ്ണാശ്രമ ധർമ്മങ്ങൾ തിരിച്ചതിൽ തന്നെ ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളിൽ പോലും അതിൽ തന്നെ സജ്ജനങ്ങളും ദുഷ്ടജനങ്ങളും മിക്സാണ്. ഇപ്പോൾ ബ്രാഹ്മണരെ എടുത്താലും ബ്രാഹ്മണരുടെ ഇടയിലും നല്ല സജ്ജനങ്ങളായിട്ടുള്ളവരും ദുരുദ്ദേശപരമായിട്ടില്ലെങ്കിൽ ദുഷ്ടജനങ്ങളും ഉണ്ടെന്നർത്ഥം. അത് ക്ഷത്രിയരിലും ഉണ്ട്, വൈശ്യരിലും ഉണ്ട്, ശൂദ്രരിലും ഉണ്ട്. അപ്പം ഈ അധപ്പതനത്തിന് നമ്മളത് ശരിക്കും യഥാർത്ഥ ജ്ഞാനം, യഥാർത്ഥ ബോധ മനസ്സിലല്ല, ബോധത്തോടെ അല്ല ജീവിക്കുന്നതെങ്കിൽ ഈ മിക്സായിട്ട് കിടക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ദോഷങ്ങളും ചിലപ്പോൾ വന്നു ഭവിക്കും. അങ്ങനെയൊക്കെയാണ് ശരിക്കും വീണ്ടും വീണ്ടും സജ്ജനങ്ങളായിട്ട് മാറിയവർ പോലും വീണ്ടും കർമ്മബന്ധനത്തിൽപ്പെടാനൊക്കെ ഇടവരുന്നത്. അതേസമയം പരലോകത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ കാറ്റഗറി ശരിക്കും 2, 3, 9 7 മണ്ഡലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 5 മുകളിലേക്ക് 4 വരെയൊക്കെ ശരിക്കും അധപ്പതനത്തിൻ്റെ മാർക്കാണ്. 5 മുതലാണ് കുറേശ്ശെ സജ്ജനങ്ങളുടെ പട്ടികയിൽ പെടുക തന്നെ. അതിൽ 6ാമത്തെ തലത്തിലൊക്കെ എത്തുമ്പോഴാണ് ശരിക്കും ജ്ഞാനിയൊക്കെ ആയിട്ട് മാറുക. അവരൊക്കെ ശരിക്കും ശ്രേഷ്ഠമായ ആത്മതലത്തിൽ നിന്ന് അവരെ അഥവാ ഏതെങ്കിലും തരത്തിൽ അധപ്പതിക്കാൻ ഇട വന്നാലും വീണ്ടും പെട്ടെന്ന് അപ്ഗ്രേഡേഷൻ കിട്ടി അതേ തലത്തിലേക്ക് തന്നെ എത്തും. അപ്പൊ ഈ 5ാമത്തെ തലത്തിൽ ചിലപ്പോൾ അപകടം പതിയിരിക്കുന്നുണ്ട്. 5ാമത്തെ തലത്തിലേക്ക് എത്തുമ്പോൾ നരകം എന്ന് പറയുന്നത് ശരിക്കും 3 മണ്ഡലങ്ങളാണ്. 1ാമത്തെ തലം ഏറ്റവും അധപ്പതിച്ചവർക്ക്, അവിടെ ഭയങ്കര ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ദുഷ്ടജനങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് 1ാമത്തെ തലം എന്ന് പറയുന്നത്.
രണ്ടാമത്തെ തലത്തിലേക്ക് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ട്. മൂന്നാമത്തെ തലത്തിലും ഒക്കെ നരകത്തിൻ്റെ യാതനകളും ദുഷ്ടജനങ്ങളുടെ സങ്കേതമാണത്. 3-ൽ നിന്ന് 4-ലേക്ക് വരുമ്പോഴാണ് കുറേശ്ശെ ഒരു ജ്ഞാനപ്രകാശമൊക്കെ ഉണ്ടാവുന്നു, ഭക്തിഭാവത്തിലേക്ക് എത്തുന്നു. ഇതൊക്കെ നമ്മൾ ഈ ഭക്തിയിലേക്ക് ഈശ്വരവിശ്വാസമൊക്കെ തുടങ്ങും. പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയും ഒക്കെ തുടങ്ങണമെങ്കിൽ തന്നെ 4-ാമത്തെ തലത്തിൽ എത്തുമ്പോഴാണ്. അതായത് നമ്മൾ പ്രത്യക്ഷത്തിൽ മനുഷ്യ ശരീരത്തിൽ തന്നെ കണക്കാക്കണ ഈ കുണ്ടലിനി ശക്തി, ജീവശക്തി ഹൃദയകമലത്തിലെത്തുമ്പോഴാണ് നമ്മൾ 4-ാമത്തെ തലത്തിലെത്തുന്നതും. അപ്പോഴാണ് കുറേശ്ശെ ഒരു ഈശ്വര വിശ്വാസം 4 തലത്തിലുള്ള ഭക്തരുടെ കൂട്ടത്തിൽ പെടുന്നതൊക്കെ അതിലാണ്. അപ്പോൾ അത് വീണ്ടും ശുദ്ധീകരിക്കുന്നതനുസരിച്ചാണ് അടുത്ത 5-ാമത്തെ മണ്ഡലത്തിലും 6-ാമത്തെ മണ്ഡലത്തിലും 7-ാമത്തെ മണ്ഡലത്തിലും ഒക്കെ എത്തുക എന്നർത്ഥം. അപ്പോൾ ഊർധ്വമൂലത്തിലേക്ക് എത്തുക എന്നൊക്കെ പറയുമ്പോഴത്തേ പരമാത്മാവിൻ്റെ തത്തുല്യമായിരിക്കുന്ന ശുദ്ധി, പരമശുദ്ധി വരുന്നവരാണ് ഊർധ്വമൂലത്തിലെ ബ്രഹ്മവുമായിട്ട് വിലയം പ്രാപിക്കുക എന്നർത്ഥം. അപ്പം ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഭൂമിയിലേക്ക് വരണം, ഈ ശുദ്ധീകരണം നടക്കണം. ഈ സൂക്ഷ്മതലത്തിൽ നിൽക്കുന്ന ഇല്ലെങ്കിൽ പരലോകത്ത് ജീവിക്കുന്ന ഒരു പരേതാത്മാക്കൾക്കും തൻ്റെ അപ്ഗ്രേഡേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ശരീരം എടുത്ത് ഭൂമിയിലേക്ക് തന്നെ വരണം. അനുഭവത്തിലൂടെ, പരീക്ഷണഘട്ടങ്ങളിലൂടെ കർമ്മബന്ധനങ്ങളെ കർമ്മങ്ങൾ കൊണ്ട് തന്നെ ശുദ്ധീകരിക്കണം. അതിന് ഒരേ ഒരു സങ്കേതം ഭൂമിയുള്ളൂ. അപ്പോൾ ശരീരപ്രാപ്തിയിലൂടെ അല്ലാതെ മോചനവും ഇല്ല എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ജന്മം എടുത്തു വരുന്നു എന്ന് പറയുന്നത്. പക്ഷെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പൂർവ്വജന്മ സ്മരണയില്ലാത്തത് കൊണ്ട് എവിടേക്കാണ് കർമ്മബന്ധനം എന്നൊന്നും തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പുതിയതായിട്ട്, പഴയത് തീർത്താലും വേണ്ടില്ല, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ വാസനാബലം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും വീണ്ടും പോവുക. അതിനാണ് ഈ സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കം വേണം. നമ്മൾ ആ ഒരു തലം 5-ാമത്തെ തലത്തിലെത്തി അതവിടെ മുതലേ നമുക്ക് സഹായം കിട്ടുള്ളൂ. ഈശ്വരൻ്റെ ആയാലും ഇല്ലേ, ഈശ്വരൻ നിയോഗിക്കപ്പെട്ടുള്ള പരേതാത്മാക്കളുടെ, ശുദ്ധാത്മാക്കളുടെ, നമ്മുടെ ഉയർന്ന തലത്തിലുള്ള ആത്മാക്കൾ പോലും നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും. പക്ഷേ അത് 5-ാമത്തെ മണ്ഡലം തൊട്ടേ അവരുടെ കുറേശ്ശെ സഹായങ്ങൾ നമുക്ക് ലഭിക്കാൻ തുടങ്ങും. വീണ്ടും അധപ്പതിച്ചാലും വീണ്ടും അവരുടെ സഹായം കൊണ്ട് അങ്ങേറ്റം താഴത്തെ 1-ാമത്തെ മണ്ഡലത്തൊക്കെ വീണ്ടും പോയി വീണാലും വേണ്ടില്ല, അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ മനസ്സ് വെച്ചാൽ, അതുപോലെ സജ്ജനങ്ങളുമായിട്ട് നമുക്ക് പൂർവ്വജന്മത്തിൽ 5-ാമത്തെ തലത്തിലെത്തുമ്പം ബന്ധമുണ്ടെങ്കിൽ അതേ സജ്ജനങ്ങൾ തന്നെ നമ്മളെ സഹായിക്കാൻ വരും. ഇപ്പം ജയവിജയന്മാർ തന്നെ ദേവഗണത്തിൽപ്പെട്ട്, അതായത് 7-ാമത്തെ മണ്ഡലത്തിലെത്തി ദേവഗണത്തിൽപ്പെട്ട് ഭഗവാന്റെ പാർഷദന്മാരായിട്ട് പോയി ജനിച്ചിട്ടും തെറ്റുപറ്റി നേരെ അസുര ജന്മത്തിലേക്ക് വന്നെങ്കിലും ഭഗവാൻ തന്നെ പറഞ്ഞു ഓർക്കണം, ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ആ ജന്മത്തിൽ നിന്ന് മോക്ഷം തരാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ വിവിധ അവതാരങ്ങളെടുത്ത് വന്നുകൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു തലത്തിൽ പരീക്ഷ പാസ്സായി ഒരു സ്ഥലത്തേക്ക് ഒരു ഗ്രേഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ തെറ്റായ കർമ്മങ്ങളിൽപ്പെട്ട് കർമ്മബന്ധനത്തിൽപ്പെട്ട് അധപ്പതിച്ചാലും അവിടെയൊക്കെ ഈശ്വരനടക്കം ഇല്ല, ഈശ്വരൻ നിയോഗിക്കുന്നവരെ, അതുപോലെ ശുദ്ധാത്മാക്കൾ നമ്മളെ സഹായിക്കാനുണ്ടാകും എന്ന് ഉറപ്പിക്കാം. നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും സ്വപ്ന ദർശനത്തിലൂടെയോ ഇല്ലെങ്കിൽ പ്രത്യക്ഷ രൂപത്തിൽ തന്നെ ഗുരുക്കന്മാരുടെ രൂപത്തിലൊക്കെ, ഏത് രൂപത്തിലും ഭാവത്തിലും ഒക്കെ നമ്മുടെ മുമ്പിൽ വരും. ഇതൊക്കെ നമ്മളെ സഹായിക്കാൻ പറഞ്ഞു വിടുന്നവരാ, ഭഗവാൻ പറഞ്ഞു വിടുന്നവരാ. അപ്പം നമ്മൾ ഈ സജ്ജനങ്ങളുടെ പട്ടികയില്ല, അതായത് ഗുരുവായൂരപ്പൻ്റെ ഭക്തരായിട്ട് മാറിക്കഴിഞ്ഞാൽ അവർക്ക് നമേ ഭക്ത പ്രണശതി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിക്കലും അവരെ അധപ്പതിച്ച് പൂർണ്ണമായിട്ട് നശിക്കാൻ ഭഗവാൻ ഒരിക്കലും അനുവദിക്കില്ല. ഏതെങ്കിലും വിധത്തിൽ കർമ്മബന്ധന ക്ഷീണേ പുണ്യകമർത്തിലോകം വിശാലം, ഏതെങ്കിലും തരത്തിൽ പുണ്യകർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് വീണ്ടും ജനിച്ചു വരും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഈശ്വരൻ തന്നെ അവരെ സഹായിച്ചുകൊണ്ട് ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കും. ഏറ്റവും അധപ്പതനം നടക്കുന്നത് 1, 2, 3 തലങ്ങളിലുള്ളവർക്കാണെന്നർത്ഥം. ഇതാണ് ശരിക്കും നരകം എന്ന് പറയുന്നത്. അപ്പം അത് തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ അതിൻ്റെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ, നരകതുല്യമായിട്ടുള്ള കഷ്ടതകളും ക്ലേശങ്ങളും അനുഭവിച്ച് ശുദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ആ ദുഷ്ടജനങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ ജനിച്ചിട്ട് ഭൂമിയിൽ വന്നിട്ട് വേണം അതിൽ കർമ്മശുദ്ധി വരുത്താൻ. അല്ലാതെ ഒരിക്കലും പരലോകത്ത് ഈ ശുദ്ധീകരണം നടക്കില്ല. ഏത് തലത്തിലാണോ അവിടെ തന്നെ നിൽക്കാൻ നിവൃത്തിയുള്ളൂ. അവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സജ്ജനങ്ങളുടെ പട്ടികയിൽപ്പെട്ടവരെല്ലാം അവരൊന്നിച്ചായിരിക്കും, ദുർജനങ്ങളെല്ലാവരും ഒന്നിച്ചായിരിക്കും.
മിക്സർ ആയിരിക്കില്ല. മിക്സറാണെങ്കിൽ അവിടെ ഈ പ്രശ്നം ഉണ്ടാകും. പക്ഷേ ഭൂമിയിലേക്ക് വന്നാൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നു. അതാണ് പ്രശ്നം. അവിടെയാണ് നമുക്ക് ഇതിനിടയ്ക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഈശ്വരൻ്റെ പാർശ്വതനായിട്ട് മാറണമെങ്കിൽ അനേക ജന്മങ്ങൾ തന്നെ വേണ്ടി വരും ചിലപ്പോൾ. ഇവിടെയാണ് നമ്മൾ കർമ്മബന്ധനത്തിൽ വികാര വിചാരങ്ങൾക്കും ഇല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങളും ആഗ്രഹങ്ങളും കണ്ടിട്ട് പെട്ടെന്ന് മോഹിച്ച് അതിൻ്റെ പിന്നാലെ പോകാനും ഒക്കെ ഇടവരുന്ന ഈ ഭൂമിയിലെ ജീവിതത്തിലാണ്. പരലോകത്ത് പോയാൽ ഇങ്ങനെ മാനസിക ഇല്ല ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള നെട്ടോട്ടോ ആഹാരം പോലും അവിടെ ആവശ്യമില്ല എന്നർത്ഥം. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പരലോകവും ഈ ഭൂമിയുമായിട്ട് വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നർത്ഥം. അതുകൊണ്ട് ഈ ത്രിഗുണങ്ങളുടെ പ്രഭാവം സംഭവിക്കുന്നത്, ഇല്ലെങ്കിൽ ഭൗതിക ലോകത്താണ് ഈ ത്രിഗുണാത്മകമായിട്ടുള്ള പ്രപഞ്ചം എന്ന പേര് തന്നെ വരാൻ കാരണം ഈ ത്രിഗുണങ്ങളുടെ പ്രഭാവത്തോടു കൂടിയതാണ് ഈ ജഗത്ത്. അതുകൊണ്ട് ഭൗതിക ലോകം എന്ന് വിളിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. അത് മേഘാവൃതമായിരിക്കുന്ന ഈ ഗുണങ്ങളുടെ അംശം എല്ലാ വ്യക്തികൾക്കും ജ്ഞാനമാർഗത്തിലൂടെ നിരപേക്ഷ സത്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്, ഇതിൻ്റെ വലയത്തിൽപ്പെട്ടിരിക്കുന്നത് അവർക്ക് ഒരിക്കലും ഈ സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ എന്നിവയെ ദേഹാന്തരപ്രാപ്തിയിലൂടെ വിഷയസുഖങ്ങളെ അനുഭവിക്കാനും ഒപ്പം ഭൗതിക അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ അനുവദിക്കാനും വേണ്ടിയാണ് പരമപുരുഷൻ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് സുഖദേവ ഗോസ്വാമി പരീക്ഷിത് രാജാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു. അതായത് നമുക്ക് ഈ ഇന്ദ്രിയങ്ങളും മനസ്സും പ്രാണനും ഒരു ശരീരവും ഒക്കെ നൽകി ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് ഈ ദേഹാന്തരപ്രാപ്തി വിഷയസുഖങ്ങളെ അനുഭവിക്കാനും, വിഷയസുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് അതിൻ്റെ അവിടെ വിരക്തി ഉണ്ടാക്കണം, ഒപ്പം ഭൗതിക അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ അനുവദിക്കാനും വേണ്ടിയാണ്. അതായത് ഈ സുഖഭോഗങ്ങളിലും ഉപരി, ഭൗതിക സുഖഭോഗങ്ങളിലും ഉപരിയാണ് പരലോകത്തെ സുഖം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഭൗതിക ലോകത്തെ സുഖം താൽക്കാലികമായിട്ടുള്ള സുഖമാണെന്ന് അനുഭവിച്ചറിഞ്ഞാൽ തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനാണ് നമ്മളെ എന്തിനാണ് ഇങ്ങനെയാണെങ്കിൽ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സുഖമാണ് ശാശ്വതമായ സുഖം എന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ രണ്ട് സുഖവും അനുഭവിക്കണം. അപ്പോഴേ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുകയുള്ളൂ എന്നർത്ഥം. അതുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ചോദ്യത്തിന് ഇപ്രകാരം സുഖദേവൻ മറുപടി പറഞ്ഞത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ എന്നിവ സുഖാനുഭവങ്ങൾക്കും ദേഹാന്തരപ്രാപ്തിക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ മുക്തിക്ക് വേണ്ടിയോ ഉപയോഗപ്പെടുത്താമെന്നർത്ഥം. രണ്ടിനെ ഉപയോഗിക്കാം. മുക്തിമാർഗത്തിൽ ഈ ശരീരത്തെ ഉപയോഗിക്കാം, ഭൗതിക സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം. അത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത് മുക്തിക്ക് വേണ്ടി ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഭൗതിക സുഖാനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നിയാമക തത്വങ്ങൾക്ക് വിധേയമായിട്ട് വിഷയസുഖങ്ങൾ അനുഭവിക്കാനും അതുവഴി കുറെ കൂടി ശ്രേഷ്ഠമായ ജീവിതാവസ്ഥയിലേക്ക് ഉയരാനും ബദ്ധാത്മാക്കൾക്ക് ഒരവസരം നൽകിയാണ് വേദ അനുശാസനങ്ങൾ ചെയ്യുന്നത്. ആത്യന്തികമായിട്ട് അവരുടെ അവബോധം ശുദ്ധമായി തീരുമ്പോൾ അവർ തങ്ങളുടെ യഥാർത്ഥ നിലയിൽ എത്തിച്ചേരുകയും തുടർന്ന് സ്വന്തം ഗ്രഹമായിരിക്കുന്ന ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ യഥാർത്ഥത്തിൽ ഗ്രഹം എന്ന് പറയുന്നത് ഭഗവത് ധാമം തന്നെയാണ്. ശാശ്വതമായ ഗ്രഹം എന്ന് പറയുന്നത് ഭഗവാന്റെ അടുത്ത് നിന്നാണ് നമ്മൾ പോകുന്നത്. തിരിച്ചങ്ങോട്ട് എത്തണം എന്ന് മാത്രം. അപ്പോൾ താൽക്കാലികമായിട്ട്, ആത്യന്തികമായിട്ട് അവരുടെ അവബോധം ശുദ്ധമായി തീരുമ്പോൾ മാത്രമേ അവർക്ക് എവിടെ നിന്നാണ് വന്നത്, തൻ്റെ ഗ്രഹം ഏതാണെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ തിരിച്ചറിയുന്നവർ സ്വന്തം ഗ്രഹമായിരിക്കുന്ന ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. അതിനും ഈ ശരീരമാണ് മാധ്യമം. ജീവസത്തയ്ക്ക് ബുദ്ധിയുണ്ട്. അതിനാൽ ഈ ബുദ്ധി മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും മേൽ പ്രയോഗിക്കണം. ബുദ്ധി വേണ്ട തരത്തിൽ പ്രയോഗിച്ച് മനസ്സും ഇന്ദ്രിയങ്ങളും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ബദ്ധാത്മാവും മുക്തനായി തീരും. നേരെ മറിച്ച് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ ബുദ്ധിയെ വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നില്ല എങ്കിൽ കേവലം വിഷയസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ബദ്ധാത്മാവ് നിരന്തരം ദേഹാന്തരപ്രാപ്തിക്ക് വിധേയനായിക്കൊണ്ടിരിക്കും. ഭഗവാനും മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും പ്രാണനും സൃഷ്ടിച്ചതെന്നും സുഖദേവ ഗോസ്വാമി പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നുണ്ട്. ജീവാത്മാക്കൾ സ്വയം സൃഷ്ടങ്ങളാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല.
സൂര്യനോടൊപ്പം തന്നെ അതിൻ്റെ രശ്മികളിലെ തേജസ്സും കണങ്ങളും നിൽക്കുന്നത് പോലെ ജീവാത്മാക്കൾ എക്കാലവും പരമപുരുഷന്റെ അവിഭാജ്യ ഘടകമായിട്ട് നിലനിൽക്കും. സർവേശ്വരന്റെ ശാശ്വതമായിട്ടുള്ള അവിഭാജ്യ ഘടകങ്ങൾ തന്നെയാണെങ്കിലും ചിലപ്പോൾ സൂര്യരശ്മികൾ സൂര്യനാൽ സൃഷ്ടിക്കപ്പെട്ട് മേഘത്താൽ മറയ്ക്കപ്പെടുന്നത് പോലെ പരമപുരുഷന്റെ ശാശ്വതങ്ങളായി നിൽക്കുന്ന ബദ്ധാത്മാക്കളും ചിലപ്പോൾ തമോ ഗുണത്താൽ ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക സങ്കല്പങ്ങളുടെ മേഘങ്ങളിൽ പെടുന്നു. ഈ തമസിനെ ലഘൂകരിക്കാൻ വേണ്ടിയുള്ളതാണ് വൈദിക പ്രക്രിയകളൊക്കെ. അവസാനം ബദ്ധാത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും സംശുദ്ധമാക്കുമ്പോൾ അവൻ തന്നെ ആദിമ നിലയിലേക്ക് അതായത് കൃഷ്ണ അവബോധത്തിലേക്ക് എത്തുന്നു. അതാണ് മുക്തി എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഈശ്വരൻ നമ്മളെയൊക്കെ സൃഷ്ടിച്ചതൊക്കെ അതിൻ്റെ കൺസെപ്റ്റും അതിനുപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ശക്തിയും എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ സൃഷ്ടികാലത്തിൻ്റെ പ്രത്യേകതയാണ് അത് യഥാർത്ഥ തത്വത്തെ മറയ്ക്കുന്നതായ ഭൗതികം എന്ന് പറയുന്ന ആ ശക്തി തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഈശ്വരൻ്റെ അപരാശക്തിയാകുന്ന സത്വരജ തമോ ഗുണങ്ങളാണ്. ഭഗവാന്റെ തന്നെ ഗുണങ്ങൾ, ഗുണാതീതമായിരിക്കുന്ന ഭഗവാൻ ഗുണങ്ങളായിട്ട് മാറുമ്പോഴാണ് സത്വ രജ തമോ ഗുണങ്ങൾ പ്രകടമാകുന്നത്. അതിനാലാണ് നമ്മൾ യഥാർത്ഥ സത്വത്തെ, നമ്മുടെ ആത്മാവിനെ തന്നെ, ജീവാത്മാവിനെ തന്നെ മറയ്ക്കപ്പെടുന്നത്. അതുകൊണ്ട് യഥാർത്ഥ സത്യം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. അതുകൊണ്ട് ആരാണോ അവസാന ബദ്ധാത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും സംശുദ്ധമാകുമ്പോൾ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് അതീതമായിട്ട് ഭവിച്ചിരിക്കുന്ന ആത്മശക്തിയെ തിരിച്ചറിയുന്ന ഒരാൾക്ക് കൃഷ്ണ അവബോധ തലത്തിലേക്കും ആ അവബോധത്തിൽ നിന്ന് മുക്തിയും സാധ്യമാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.